അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 2/5/2025 അദ്ദിഫാഉ അനിൽ വത്തൻ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. രാജ്യത്തിൻ്റെ കാവലാളാകുക, സ്വരാജ്യ സ്നേഹം പ്രകടിപ്പിക്കുന്നവരാകുക. നമ്മുടെ ജന്മനാടിനോട് നമുക്ക് എന്തെന്നില്ലാത്ത അടുപ്പവും സ്നേഹവുമാണ്. നാം എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തണമെന്ന് മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മുടെ ജന്മനാട്, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങളൊക്കെ ഉള്ള ഇടമാണ്. ആ രാജ്യത്തിനോട് നമുക്ക് എന്തെന്നില്ലാത്ത സ്നേഹമാണ്, എന്തെന്നില്ലാത്ത മതിപ്പാണ്. ആ രാജ്യത്തിൻ്റെ കാവലാളാകൽ, ആ രാജ്യത്തിൻ്റെ പേരും പ്രശസ്തിക്കും വേണ്ടി നിലകൊള്ളൽ ഓരോ പൗരൻ്റെയും ബാധ്യതയാണ്. സ്വരാജ്യത്തോട് സ്നേഹമുണ്ടാകുക എന്നത് മനുഷ്യ സഹജമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജ്യത്തോട് ഏറെ സ്നേഹവും കൂറും ഉള്ളവരായിരുന്നു. മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടുന്ന സമയം വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിക്കുന്ന മനസ്സോടുകൂടി നയനങ്ങൾ സജലങ്ങളായി മക്കയോട് തിരിഞ്ഞ് നിന്ന് സംസാരിച്ചത് ഇങ്ങനെയാണ്: മാ അത്വയബക മിൻ ബലദ്, നീ എന്തു ഭംഗിയുള്ള രാജ്യമാണ്. വ അഹബ്ബക്കി ഇലയ്യ, എനിക്ക് ഏറെ പ്രിയപ്പെട്ടത് നീയാണ്. വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സക്കൻതു ഗൈറക്, നിന്റെ ജനങ്ങൾ എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ രാജ്യത്തല്ലാതെ വേറെ എവിടെയും പോയി താമസിക്കുകയില്ല. നബിതങ്ങൾ ശരീരം കൊണ്ട് മക്കയോട് വിട പറഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ മനസ്സ് മക്കയിലായിരുന്നു. മദീനയിൽ ചെന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാജ്യത്തോട് സ്നേഹം മനസ്സിൽ തരണേ എന്ന് സ്വഹാബത്തിനെ കൂട്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നാം എവിടെ ചെന്നാലും ആ രാജ്യത്തോട് സ്നേഹമുള്ളവരാകണമെന്ന് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് സ്വഹാബത്തിനെ കൂട്ടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കമാ ഹബ്ബബ്ത ഇലൈന മക്കത്ത ഔ അഷദ്ദ. അല്ലാഹുവേ, മദീന ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ടതാക്കണമേ. മക്ക ഞങ്ങൾക്കെങ്ങനെ പ്രിയപ്പെട്ടതായിരുന്നോ അതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മദീനയോടും ഞങ്ങൾക്ക് നീ സ്നേഹം തരണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. രാജ്യത്തോടുള്ള സ്നേഹം നമ്മൾ വാക്കുകളിലല്ല പ്രകടിപ്പിക്കേണ്ടത്, നമ്മുടെ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനകളിലും അതുണ്ടാകണം. റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ, ഈ രാജ്യത്തെ നീ സുരക്ഷിതത്വം ഉള്ളതാക്കണമേ എന്ന്. രാജ്യത്തിൻ്റെ സമ്പത്തും രാജ്യത്തിൻ്റെ അഭിമാനവും നാം കാത്തു സൂക്ഷിക്കുന്നവരാകണം. അത് നമ്മുടെ ബാധ്യതയാണ്. വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ, ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ. നാം നമ്മുടെ വിശ്വാസ്യത, നമ്മുടെ കരാറുകൾ പാലിക്കേണ്ടവരും നടപ്പാക്കേണ്ടവരും ആണ്. രാജ്യത്തിൻ്റെ സംസ്കാരങ്ങളും പൈതൃകങ്ങളും നാം കൊണ്ടു നടക്കണം. രാജ്യത്തിൻ്റെ ഭാഷയെ നാം ഏറെ ഇഷ്ടപ്പെടണം. നമ്മുടെ വ്യക്തിത്വം ആ രാജ്യസ്നേഹത്തിൽ നമ്മൾ പ്രകടിപ്പിക്കണം. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നാം പ്രവർത്തിക്കണം. ജന്മനാട് എന്ന് പറഞ്ഞത് ഒരു വൃക്ഷം പോലെയാണ്. അതിനെ നാം നട്ടു നനച്ച് വളർത്തി അത് പടർന്ന് പന്തലിച്ച് നമുക്ക് തണൽ തരുന്ന വൃക്ഷമായി വളരണം. ആ രാജ്യത്തിൻ്റെ എല്ലാ നന്മക്കും വേണ്ടി രാജ്യത്തിനെതിരെ വരുന്ന വാക്കുകളൊക്കെ നമ്മൾ പ്രതിരോധിക്കണം. അതോടൊപ്പം തന്നെ മറ്റു വാർത്തകളൊക്കെ പ്രചരിക്കുമ്പോൾ, റൂമറുകളൊക്കെ നടക്കുമ്പോൾ നാം അതിൽ ചെവി കൊടുക്കാൻ പാടില്ല. എപ്പോഴും രാജ്യത്തിൻ്റെ കാവൽക്കാരായി നിലകൊള്ളാൻ നമുക്ക് കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് അങ്ങനെയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. മദീനയിൽ ഞങ്ങൾ താമസിക്കുന്ന കാലം മദീനയിൽ ഒരു ഘോര ശബ്ദമുണ്ടായി. ജനങ്ങളൊക്കെ ഭയവിഹ്വലരായി. നബിതങ്ങൾ ഞങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരും ഞങ്ങളിൽ ഏറ്റവും ധൈര്യസ്ഥനുമായിരുന്നു. ഈ ശബ്ദം കേട്ടിടത്തേക്ക് ജനങ്ങളൊക്കെ ഇളകിപ്പുറപ്പെട്ട്
പോകാനൊരുങ്ങിയപ്പോൾ ആ ഭാഗത്ത് നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വരുന്നു. നബി തങ്ങൾ അവിടെ ചെന്ന് പരിശോധിച്ച് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിട്ട് ജനങ്ങളെ ആശ്വസിപ്പിച്ചു. ലം തുറാഉ ഭയപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ അവിടെ നിന്ന് ആശ്വസിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. രാജ്യത്തിൻ്റെ ആ പേരും പെരുമയും നമ്മുടെ പിതാമഹന്മാർ നമുക്ക് കൈമാറിത്തന്നതാണ്. അത് സൂക്ഷിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. നമ്മുടെ മക്കളെയും നമ്മളത് പഠിപ്പിക്കണം. രാജ്യത്തിൻ്റെ കാവൽ ഭടന്മാരായി നാടിൻ്റെ മണ്ണിൻ്റെ ഉപ്പായി തീരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും വർദ്ധിപ്പിച്ചു തരട്ടെ. ഭരണകൂടത്തോട് നന്ദി കാണിക്കുന്നവരിൽ അല്ലാഹു നമ്മളെയൊക്കെ ചേർക്കുമാറാവട്ടെ. ഈ രാജ്യം UAE അതിൻ്റെ സൈനിക ശക്തി ഏകീകരിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ പുതുക്കുന്ന സമയം കൂടിയാണ്. മെയ് 6 ഇവിടുത്തെ സൈന്യങ്ങളുടെ ഏകീകരണം നടന്നത്. ഒരുമിച്ച് നിന്നപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. നാം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നു. നമുക്ക് രാജ്യത്തിൻ്റെ കാവൽ ഭടന്മാരാകാൻ കഴിയണം. രാജ്യത്തിനു വേണ്ടി എന്തും സമർപ്പിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്ന പട്ടാളക്കാർ, സൈനിക ഉദ്യോഗസ്ഥർ, അവർക്ക് റബ്ബിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു. ഐനാനിലാ തമസ്സുഹുമൻ നാർ, ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ വ ഐനുൻ ബാത്തത്ത് തഹ്രിസു ഫീ സബീലില്ലാ. 2 കണ്ണുകൾ, ആ കണ്ണുകളുള്ള വ്യക്തിയെ നരകം സ്പർശിക്കുകയില്ല, അയാൾ നരകത്തിൽ കടക്കുകയില്ല. ഏതാണ് അവർ? ഒന്ന് ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണുള്ളവൻ നരകത്തിൽ കടക്കുകയില്ല. വൈനുൻ ബാത്തത്ത് തഹ്രിസു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാവലിരിക്കുന്ന പട്ടാളക്കാർ, അവരും നരകത്തിൽ കടക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. രാജ്യത്തിനു വേണ്ടി ഉറക്കം ഇളച്ച് ഒരൊറ്റ രാത്രി ഒരു ജോലിക്കാരൻ, ഒരു ഉദ്യോഗസ്ഥൻ കാവലിരുന്നാൽ അയാളുടെ സ്ഥാനം നബിതങ്ങൾ പറയുന്നുണ്ട്. അലാ ഉനബ്ബിഉകും ബി ലൈലത്തിൻ അഫ്ളല മിൻ ലൈലത്തുൽ ഖദർ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമേറിയ ഒരു രാത്രിയെപ്പറ്റി. ഹാരിസുൻ ഹറസ ഫി അർളിൻ ഖൗഫിൻ ലഅല്ലഹു ലാ യർജിഉ ഇലാ അഹ്ലിഹി, ഒരു കാവൽക്കാരൻ, ഒരു സൈനിക ഭടൻ, അയാൾ രാജ്യത്തിനു വേണ്ടി അതിർത്തിയിൽ കാവൽ നിൽക്കുകയാണ്. ആ രാജ്യമാണെങ്കിൽ വേണ്ടത്ര സുരക്ഷിതത്വം ഇല്ലാത്ത രാജ്യമാണ്. അവൻ അവിടെ സേവനം ചെയ്യുമ്പോൾ ജീവനോടുകൂടെ ഒരുപക്ഷെ അവന് ചിലപ്പോൾ അവൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്കൊക്കെ സ്വസ്ഥമായി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ആ ഭടൻ്റെ ഒരു രാത്രി ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമേറിയതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട്. നമ്മൾ ജന്മനാടിനോട് സ്നേഹവും കൂറും ഉള്ളവരാകണം. രാജ്യത്തിൻ്റെ പേരും പ്രശസ്തിയും ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാകണം. റബ്ബ് ഈ രാജ്യം UAE അതിൻ്റെ മണ്ണും വിണ്ണും കടലും കരയുമൊക്കെ അവൻ്റെ കാവൽ കൊണ്ട് സംരക്ഷിക്കട്ടെ. ഈ സമാധാനവും സുരക്ഷിതത്വവും അള്ളാഹു എല്ലാ കാലത്തും നിലനിർത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.